ഇന്ന് ഈ ഗെയിസവും ലെസ്ബിയനിസവും ഒക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് കേവലം കോർപ്പറേറ്റുകളുടെ ബിഗ് ബോസ് പോലുള്ള പരിപാടികളിലൂടെ മാത്രമല്ല, വലിയ ആദർശ ധീരന്മാരെന്ന് അവകാശപ്പെടുന്ന പല ബിസിനസ്സുകാരും അവരുടെ പ്രൊമോട്ടേഴ്സായി ഇത്തരം ആളുകളെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സാധാരണക്കാരായ ആളുകൾ പോലും രണ്ട് പെൺകുട്ടികളല്ലേ, അവർ സ്നേഹിച്ചോട്ടെ, രണ്ടാമ്പിള്ളേരല്ലേ, എന്താ കുഴപ്പം? അത് പ്രകൃതിക്ക് എതിരാണ്, മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് എതിരാണ്, അത് എല്ലാ നന്മയ്ക്കും എതിരാണ്. എന്തെല്ലാം നന്മകൾ ലോകത്തുണ്ടോ ആ മുഴുവൻ നന്മയ്ക്കും എതിരാണ് ഇത്തരം പ്രവണതകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ നിശിതമായി വിമർശിക്കുന്ന മതം അള്ളാന്റെ മതമായ പരിശുദ്ധ ദീൻ തന്നെയാണ്, അല്ലെ? ഈ ഗെയിസത്തെയും ലെസ്ബിയനിസത്തെയും ഏറ്റവും കൂടുതൽ മനുഷ്യകുലത്തിന് എതിരായത് കൊണ്ട് തന്നെ വിമർശനാത്മകമാക്കുന്നത് പരിശുദ്ധ ദീനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇസ്ലാമിനോട് ഭയങ്കര വിരോധാണ്. പക്ഷെ അല്ലാഹു മുത്തിമ്മു നൂരി, ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അത് നിങ്ങൾ ഏത് യുക്തിവാദികളോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്ലാമിനെതിരെ നിങ്ങൾ കുതിര കയറാൻ നോക്കിയാലും ഇസ്ലാമിനെ തകർക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് ഇംപോസിബിൾ. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് അതിനെ പടച്ചത്, നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്, നമുക്ക് ചിലതെല്ലാം പഠിക്കാനുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളാകുമ്പോൾ ഒരുപാട് അദാബുകൾ ഇങ്ങനെ ഇറങ്ങും. വല്ലദീ ബഅസനീ ബിൽ ഹഖ്, എന്നെ സത്യവുമായി നിയോഗിച്ച നാഥനെ തന്നെ സത്യം. ഖിയാമത്തിന് മുൻപ് ഒരുപാട് അദാബുകൾ, ഹസ്ഫും മസ്ഹും എല്ലാം ലോകത്തുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമി മനുഷ്യനെ ആഴ്ത്തിക്കളയ, നിരന്തരം ഉരുൾപൊട്ടലുകളും നിരന്തരം അദാബുകളും 1 by 1 ആയിട്ട് നിങ്ങൾ എങ്ങനെ പിന്തുടരും? അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, വമാ ദാക യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബി അത് സംഭവിക്കുന്നത്? എപ്പോഴാ അത് സംഭവിക്കുക? അപ്പൊ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, പുരുഷൻ പുരുഷനെ തേടി പോകുന്ന കാലം വന്നാൽ, സ്ത്രീ സ്ത്രീയെ തേടി പോകുന്ന കാലം വന്നാൽ ലോകത്ത് അല്ലാഹുവിന്റെ അദാബുകൾ നിരന്തരം ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് നമ്മൾ പറയും യൂറോപ്പിലാണ് അതുള്ളത്, അന്ന് നമ്മൾ ആശ്വസിച്ചിരുന്നു. ഇന്ന് യൂറോപ്പ് അതൊക്കെ വേസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ നമ്മളതിങ്ങനെ ഏറ്റെടുക്കാൻ, ഞങ്ങളാണ് പുരോഗമനത്തിന്റെ ആളുകൾ. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കും ഇവരുടെ ആദർശം എന്താണ്. ചില ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന ഇത്തരം തോന്നലുകൾ ഇപ്പൊ വേണ്ടാന്നേ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു റിപ്പോർട്ടിങ്ങിനെ കണ്ടു. നമ്മുടെ ഈ കളമശ്ശേരിയിൽ രാത്രി ആയി കഴിഞ്ഞാൽ കുറെ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി നിൽപ്പുണ്ടാവും. അതിലൊരാളിങ്ങനെ കണക്കെടുത്തിട്ട് പറയും, ബഹുഭൂരിപക്ഷവും മുസ്ലിം പേരുള്ള ആളുകളാണ് അത്രേ. മഅദല്ലാഹ്, എത്ര ഗൗരവമുണ്ട് അതിന്. അപ്പൊ നമ്മളിത് പഠിക്കണം. ഞാൻ ഏത് വേഷം കെട്ടിയാലും ഞാൻ നിസ്കരിച്ചാൽ പോരെ, ഞാൻ നിസ്കാരമൊക്കെ ഉണ്ട് എന്നാ പറയണേ ചില ആളുകൾ. ഒരു പുരുഷൻ സ്ത്രീ വേഷം കെട്ടിയിട്ട് പറയാണ്, എനിക്ക് നിസ്കാരമൊക്കെ ഉണ്ട്. നിസ്കാരം ഉണ്ടായാലും മാത്രം മതിയോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിന്റെ അടിത്തട്ടിലെ വൈലെന്ന നരകം. അല്ലാഹു റബ്ബുൽ ആലമീൻ. വെറുതെ നിസ്കരിച്ചാൽ പോരാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ല അടിമകളായി നിസ്കരിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ സമുദായം ചെയ്ത തോന്നിവാസം, അത് ചെയ്യുന്ന സമൂഹത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വർഗ്ഗഭോഗം അള്ളാഹിന്റെ ശാപത്തിന് കാരണമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. സൂറത്തുൽ ഹൂദ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നമ്മൾ ഓതുന്നവരാ അല്ലേ, വെറുതെ ഓതിയാ മാത്രം പോരാ. സൂറത്തുൽ ഹൂദ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്താ നബിയെ പെട്ടെന്ന് വയസ്സായി പോയ പോലെ? എന്തു പറ്റിയ റസൂലുള്ളാഹ്? പെട്ടെന്ന് വയസ്സായതുപോലെ, മുഖത്ത് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, ഒരു പ്രയാസം നേരിട്ടതുപോലെ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ശയ്യബതനി ഹൂദുൻ വ അഖവാതുഹാ. സൂറത്തുൽ ഹൂദ് എനിക്ക് അവതരിച്ചു അബൂബക്കർ. സൂറത്തുൽ ഹൂദ് ഞാൻ ഇങ്ങനെ ഓതിയപ്പോ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നത് കണ്ടപ്പോ ഞാനൊന്ന് വിറച്ചുപോയി അബൂബക്കർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തുൽ ഹൂദ് നമ്മളും ശരിക്കൊന്ന് പഠിക്കാനുണ്ട്.
സൂറത്തുൽ ഹൂദിന്റെ പ്രമേയം തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ ഈ തോന്നിവാസം, സ്വർഗ്ഗഭോഗം എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട തോന്നിവാസം നടക്കുന്ന ആ സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാന്റെ മാലാകമാർ ഇറങ്ങി വരുന്നതും അവരാ സമൂഹത്തെ നശിപ്പിക്കുന്നതും ഒക്കെയാണ് അതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ മാലാകമാർ നേരെ പോണത് ലൂത്ത് നബിയെ നശിപ്പിക്കാനൊന്നുമല്ല, ആ സമൂഹത്തെ നശിപ്പിക്കാനൊന്നുമല്ല. അവരാദ്യം വരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്കാണ്. ഇബ്രാഹിം നബിയുടെ സഹോദരന്റെ മകനാണ് നബിയുല്ലാഹി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയും മലക്കുകള് വേഷം മാറിയിട്ട് വരികയാണ്. നല്ല സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിലാണ് ആ മലക്കുകള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വരുന്നത്. സൂറത്തുൽ ഹൂദിന്റെ 69-ാമത്തെ ആയത്ത്, وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامٌ قَالَ سَلَامٌ فَمَا لَبِثَ أَنْ جَاءَ بِعِجْلٍ حَنِيذٍ. അവര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് വന്നിട്ട് സലാം പറയാണ്. മലക്കുകളാന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് സലാം അടക്കാൻ. ഇപ്പൊ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ ആദ്യം തന്നെ എന്തേ പോന്നേ എന്നൊന്നുമല്ല ചോദിക്കേണ്ടത്. അവരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ആദ്യം കഴിക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അതാണ് മര്യാദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓടി ചെന്നിട്ട് നല്ലൊരു പശുക്കുട്ടിയെ പാചകം ചെയ്ത് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു. ഒരു പശുക്കുട്ടിയെ പാചകം ചെയ്തിട്ട് ഈ അതിഥികളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു കഴിക്കാനായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ വിഷയത്തിൽ ഭയങ്കര ശ്രദ്ധയുള്ള ആളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കാൻ നേരത്ത് അടുത്ത് അതിഥികൾ ആരും ഇല്ലെങ്കിൽ ഒരു മൈൽ അല്ലെങ്കിൽ 2 മൈലൊക്കെ നടക്കും ഇങ്ങനെ അതിഥികളെ കിട്ടാനായിട്ട് കൂടെ കഴിക്കാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഒരു പേരുണ്ട് അബുദ്ദീഫാൻ, അതിഥികളുടെ പിതാവ് എന്നാണ്. അത്രമേൽ അതിഥികളെ വല്ലാതെ പരിഗണിച്ചിരുന്ന മഹാനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പൊ ഈ മലക്കുകളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നല്ല പശുക്കുട്ടിയൊക്കെ നല്ല പാചകം ചെയ്ത് മുമ്പിൽ വെക്കാൻ. 70-ാമത്തെ ആയത്ത്, فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ وَأَوْجَسَ مِنْهُمْ خِيفَةً قَالُوا لَا تَخَفْ إِنَّا أُرْسِلْنَا إِلَى قَوْمِ لُوطٍ. ഇവരിങ്ങനെ മുമ്പിൽ ഇത്രയും നല്ല കിടിലൻ ഫുഡ് കൊണ്ടുവച്ചിട്ടും ഇവർ കൈ അതിലേക്ക് നീളണില്ല അല്ലേ? നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മന്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ തൊടാതെ പോവും. ഇവര് മൈൻഡ് ചെയ്യണില്ല. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഭയങ്കര പ്രയാസം. ഈ അതിഥികൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് ഇവർ തൊടണില്ലല്ലോ. അപ്പൊ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ മനസ്സിൽ നേരിട്ടപ്പോ അവര് പറഞ്ഞു, ലാ തഖഫ്, പേടിക്കല്ലേ പേടിക്കല്ലേ, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ഇബ്രാഹിമേ, ഞങ്ങള് മനുഷ്യന്മാരല്ല, ഞങ്ങള് മലക്കുകളാണ്. ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഇറക്കിയ മലക്കുകളാണ് ഞങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴാണ് സമാധാനം കിട്ടിയത്. ആ പേടിയൊക്കെ അങ്ങ് മാറി. മലക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. ആ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറിയതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആദ്യം ഹാജറയിൽ ഇസ്മായിൽ എന്ന കുട്ടി ജനിച്ചപ്പോ ആദ്യത്തെ ഭാര്യയായ സാറാ ബീവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോ സാറാ ബീവിക്ക് ഇസ്ഹാഖ് എന്ന കുട്ടി ജനിക്കുമെന്ന സന്തോഷ വർത്താനം പറയാനും കൂടെയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറിയത്. അങ്ങനെ സന്തോഷ വർത്താനൊക്കെ പറഞ്ഞു. ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ പോകാൻ നേരത്ത് യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ സമുദായത്തെ നശിപ്പിക്കുന്ന വിഷയത്തിൽ ഇബ്രാഹിം എന്നോട് തർക്കിച്ചു. അല്ലാഹ് പറയണം, എന്നോട് തർക്കിച്ചു എന്നാ പറയണേ. എന്താ തർക്കിക്കാനുള്ള കാരണം? പടച്ചോനെ, ഒരു പാവങ്ങളല്ലേ, തെറ്റ് ചെയ്യുന്നവരാണ് ബഹുഭൂരിഭാഗവും, എന്നാലും നന്നാവൂലേ പടച്ചോനെ, വിട്ടുകളഞ്ഞൂടെ അല്ലാഹ്. പക്ഷെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇബ്രാഹിം അങ്ങനെ പറയാൻ കാരണം? ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം ഭയങ്കര ദയാലുവാണ്. അതാട്ടോ അങ്ങനെ പറഞ്ഞത്. ഇബ്രാഹിമിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഇബ്രാഹിം നബിയെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം ദയാലുവാണ് എന്നാണ്. അള്ളാഹു ഒരു അടിമക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഇബ്രാഹിം മുത്തുനബിയെ കുറിച്ച് പറഞ്ഞില്ലേ, റഊഫുർ റഹീം. നമ്മുടെ വിഷയത്തിൽ അത്യധികം കാരുണ്യമുള്ളവരാണ് സയ്യിദുനാ റസൂലുള്ളാഹ്.
എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബ്രാഹിം അഅ്രിദ് അൻ ഹാദാ, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ ഇബ്രാഹിം, ആ വിഷയം അങ്ങ് വിട്ടേക്ക്. ഇതിൽ നിങ്ങൾ തലയിടണ്ട ഇബ്രാഹിം, ഈ കാര്യത്തിൽ നിങ്ങൾ തലയിടണ്ട ഇബ്രാഹിം. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, ഈ വിഷയത്തിൽ പടച്ചോന്റെ വിധി വന്നു കഴിഞ്ഞു. വഇന്നഹും ആതിയഹും അദാബുൻ ഗൈറു മർദൂദ്, തള്ളിക്കളയാൻ പറ്റാത്ത, ഒരാൾക്കും തടയാൻ പറ്റാത്ത അദാബ് ഈ നീചകൃത്യം ചെയ്യുന്നവരുടെ മേൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇബ്രാഹിം പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ, നിങ്ങൾ തലയിടരുത്. ഈ ആഴ്ച ഫുള്ള് യാത്ര ആയതുകൊണ്ടേ ഇത്തിരി ചുമ വന്നിട്ട് അല്ലാഹു ശിഫയാക്കി തരട്ടെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ നിന്ന് ഈ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങാണ്. ഇവരിങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് സയ്യിദുന നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്കാണ്. വലമ്മാ ജാഅത് റുസുലുനാ ലൂത്താ സീഅ ബിഹിം വദാക ബിഹിം ദർആ. ലൂത്ത് നബി അലൈഹി സ്വലാം ഇങ്ങനെ വീട്ടിലേക്ക് അതിഥികൾ വന്നത് കാണുമ്പോൾ സന്തോഷിക്കുകയല്ല, അവിടുന്ന് വല്ലാതെ ടെൻഷൻ അടിക്കാൻ. അതിഥികളെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് നല്ല അതിഥികൾ വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ലൂത്ത് നബി വിഷമിക്കാണ്. കാരണം എന്താ, ഇവര് കാണാൻ നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരാണ്. ഇവരെന്റെ വീട്ടിലേക്ക് വരുന്നത് എന്റെ നാട്ടുകാരറിഞ്ഞാൽ അവരിവരെ കയറിപ്പിടിക്കും. അതുകൊണ്ട് വല്ലാത്ത ടെൻഷനിലായി പോയി നബിയുല്ലാഹി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആരൊക്കെയാണ് ഈ വന്ന മലക്കുകൾ? 3 ആളുകളാണ്. ജിബ്രീൽ വ ഇസ്രാഫീൽ വ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീലും ഇസ്രാഫീലും മീകായിലുമാണ്. ഒരു ചില്ലറക്കാരല്ല, മലക്കുകളുടെ നേതാക്കന്മാര് തന്നെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ലൂത്ത് നബി ആകെ ടെൻഷൻ അടിച്ചിരിക്കാൻ. എന്ത് സംഭവിച്ചു? വജഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന അസ്സയ്യിആത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇരച്ചു വരാൻ തുടങ്ങി ലൂത്ത് നബിയുടെ വീട്ടിലേക്ക്. ഏതാണ് ആ 2 സുന്ദരന്മാർ? അവരെ ഞങ്ങൾക്ക് കിട്ടണം. ലൂത്ത ഇങ്ങോട്ട് വിട്ടേക്കവന്മാരെ മര്യാദക്ക്. അപ്പൊ ലൂത്ത് നബി പറയുന്നുണ്ട്, പാവം ആ മനുഷ്യനാകെ പ്രയാസപ്പെട്ടു എന്ന് പറയണ. ഖാല യാ ഖൗമി ഹൗലാഇ ബനാതി കുന്ന അത്ഹറു ലക്കും ഫത്തഖുല്ലാഹ്. എന്റെ പെമ്മക്കളാണ് ഈ നിൽക്കുന്നത്, നിങ്ങൾ അവരെ കല്യാണം കഴിച്ച് നല്ല നിലക്ക് ജീവിക്ക്, അള്ളാഹുവിനെ പേടിക്ക് മക്കളെ. ഈ പുരുഷന്മാരുടെ മേത്തോട്ട് കയറല്ലേ. ഇതെന്റെ പെമ്മക്കളാന്ന് പറഞ്ഞാല് ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ആ നബിയുടെ ഉമ്മത്ത് മുഴുവൻ അവരുടെ മക്കളാണ്. അപ്പൊ നമുക്ക് ഭൗതികമായൊരു ബാപ്പയും ഉമ്മയും ഉണ്ടാവും, ആത്മീയമായ പിതാവുണ്ട്. അതാരാ? അത് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആദം നബിയാണ്, ആദം നബിയുടെ മക്കളല്ലേ നമ്മളൊക്കെ. ഇപ്പൊ ലൂത്ത് നബി പറയാണ് തന്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മളിപ്പോ മങ്കൂസിൽ പാടാറുണ്ടല്ലോ, അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ. അങ്ങ് ഉമ്മയാണോ ഉപ്പയാണോ, അവരിലൊന്നും കാണാത്തത്ര മഹത്വം അങ്ങയിൽ കാണുന്നുണ്ടല്ലോ നബി എന്ന്. സുബ്ഹാനക. അപ്പോ നമ്മുടെ ആത്മീയമായ മാതാവാണ്, പിതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നബി പറയണം, ഇതൊക്കെ എന്റെ പെമ്മക്കളാണ്, നിങ്ങൾ വിവാഹം കഴിക്കണം, എന്നിട്ട് നല്ല നിലക്ക് ജീവിക്കണം. വലാ തുഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുർ റശീദ്. എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തല്ലേ, എന്നെ നാണം കെടുത്തല്ലേ. നിങ്ങളിൽ ഒരൊറ്റ ആണുപോലുമില്ലേ? ഒരു നബി ആ സമുദായത്തിൽ പെട്ടുപോയൊരവസ്ഥ പറയണല്ല. നിങ്ങളിൽ ഒരൊറ്റ മാന്യനുമില്ലേ ഈ തെറ്റിനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ? എന്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ നാണം കെടുത്തല്ലേ നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക് മിൻ ഹഖ്ഖിൻ വഇന്നക ലതഅലമു മാ നുരീദ്. എന്റെ പൊന്നു ലൂത്തേ, എന്റെ പെമ്മക്കളെന്ന് ഞങ്ങൾക്ക് വേണ്ടാട്ടോ, ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോ. അവരെങ്ങ് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ കയറി പിടിക്കും കേട്ടോ. അവരെങ്ങ് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് കയറി പിടിക്കും. അപ്പോ ലൂത്ത് നബി വല്ലാത്ത പ്രയാസത്തിലായി. ഈ വന്ന ആളുകളൊക്കെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീടിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയപ്പോ ആ വന്ന മനുഷ്യന്മാര് പറഞ്ഞു, ഖാലൂ യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക ലൻ യസിലൂ ഇലൈക്. ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാണ്. അവർക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ലട്ടോ. ഞങ്ങൾ അല്ലാഹുവിന്റെ അദാബും കൊണ്ട് വന്നവരാണ്.
അവരൊക്കെ തകരും. ആ ക്രൂരമായ നിന്ദ്യമായ കൃത്യം ചെയ്തതിന് അവരെ ശിക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നിരന്തരം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും തോന്നൂലേ, പാവങ്ങൾ. അവരുടെ മനസ്സിൽ തോന്നുന്ന ചില ബോധ്യങ്ങളുടെ പിന്നാലെ പോവാൻ. എനിക്കൊരു ദിവസം തോന്നുക, ഞാനൊരു പെണ്ണാണ്, പിന്നെ ഞാൻ പെൺവേഷം കെട്ടി നടക്കുക. ഒരാണിന് തോന്നുന്ന, ഒരു പെണ്ണിന് തോന്നുന്ന ഞാനൊരാണാണ്. അവളുടെ സ്ഥലങ്ങളടക്കം മുറിച്ചു മാറ്റിയിട്ട് അവളൊരു ആണാണെന്ന് ഭാവിച്ചിങ്ങനെ നടക്കുക. അമേരിക്കയിൽ തന്നെ ഒരാൾ പറഞ്ഞില്ലേ, ഞാനൊരു നായയാണെന്ന് എനിക്ക് തോന്നുന്നത്. അയാൾ നായയുടെ വേഷം കെട്ടിയിട്ട് നടക്കാൻ തുടങ്ങിയത്. ഇതെന്ത് സംഭവിക്കും? ഇത് പോയി ചെന്നെത്തുന്ന ഒരു മേഖലയുണ്ട്. അതാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. ജെൻഡർ ഡിസ്ഫോറിയ എന്താണ്? ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ എന്റെ ജെൻഡർ ഏതാണെന്ന് തിരിച്ചറിയാതെ പോവുക. ജെൻഡർ ഡിസ്ഫോറിയയിലേക്ക് എത്തിയിട്ട് ഒരുപാട് ആത്മഹത്യകൾ പോലും നടന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചാൾ ഇങ്ങനെ തോന്നും, ഞാനൊരു പെണ്ണാണെന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ലൈംഗികമായ അവയവങ്ങൾ പോലും മുറിച്ചു കളഞ്ഞിട്ട് ഞാൻ പെൺവേഷം കെട്ടി നടക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സംശയം, ഞാനൊരാണ് തന്നെയാണോ? അങ്ങനെ എന്റെ ജെൻഡർ ഏതാണെന്ന് സംശയിച്ചിട്ട് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ട് ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാരെത്രയാണ്? അപ്പൊ അത് ഏറ്റവും മോശം സ്വഭാവമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ നിൽക്കാൻ. അപ്പൊ മലക്കുകൾ പറയുന്നുണ്ട്, ഫഅസ്രി ബിഅഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈൽ വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ല ഇംറഅതക. ലൂത്ത് നബിയെ, നിങ്ങളും വിശ്വാസികളും ഈ രാത്രി ഇവിടെ നിന്ന് നാട് കടക്കണം. നിങ്ങൾ നാട് വിട്ടു പോകണം. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ തഫ്സീറിൽ കാണാം, ലൂത്ത് നബിയുടെ പെൺമക്കളും ലൂത്ത് നബിയും. വേറെ ആരും വിശ്വസിച്ചിട്ടില്ല. നാട്ടിൽ ഒരൊറ്റ ആൺകുട്ടി വിശ്വസിച്ചിട്ടില്ല. നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാം. നിങ്ങൾ രാത്രി പോകണം. ഇല്ല ഇംറഅതക, നിങ്ങളുടെ ഭാര്യ വരൂല. ലൂത്ത് നബിയുടെ ഭാര്യ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചിട്ടില്ല. ലൂത്ത് നബിക്ക് ആൺമക്കളില്ല, പെൺമക്കൾ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. മാത്രല്ല, ലൂത്ത് നബിയുടെ വീട്ടിൽ ഈ സുന്ദരന്മാരായ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോ ഇത് ജനങ്ങൾക്ക് ഒറ്റിക്കൊടുത്തതാരൻ? അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയായിരുന്നു. നാട്ടിൽ ചെന്ന് പറഞ്ഞു, ദേ നല്ല സുന്ദരന്മാർ വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോര്. ലൂത്ത് അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗം ചെല്ലു എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് ഇരച്ചു കയറാൻ അനുവദിച്ചത് ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു. അപ്പൊ നിങ്ങൾ പോണം. വലാ യൽതഫിത് മിൻകും അഹദുൻ, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ അങ്ങ് നടന്നോളണം. ഇവിടെ അദാബ് ഇറങ്ങുന്ന വലിയ ശബ്ദങ്ങൾ കേൾക്കും, തിരിഞ്ഞു നോക്കരുത്. തഫ്സീറുകളിൽ കാണാം, തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ആ അദാബ് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നടക്കണം. എപ്പോഴാണ് അദാബ് വരിക? ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, സുബ്ഹി ഒരടുത്ത സമയത്താണ് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത്. സുബ്ഹ് വളരെ അടുത്താണ്. അതുകൊണ്ട് വേഗം പുറപ്പെടണം ലൂത്തേ, വേഗം പുറപ്പെടണം. അങ്ങനെ നബിയുല്ലാഹി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കുടുംബത്തോടൊപ്പം ഇങ്ങനെ ജോർദാൻ എന്ന നാട് വിട്ടിങ്ങനെ പോവാണ്. ഇന്ന് ജോർദാൻ അറിയപ്പെടുന്നു, അന്ന് സദൂം പ്രദേശം. ഒരാ സദൂമിൽ നിന്ന് ഇങ്ങനെ നാട് വിടുകയാണ്. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജിലിൻ മൻദൂദ്. ലൂത്ത് നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു. ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറം പോയപ്പോ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, നബിയുല്ലാഹി ലൂത്ത് പോയ സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭൂമിയെ, ആ പ്രദേശത്ത് ഇങ്ങനെ കോരിയെടുത്തു. നമ്മളിങ്ങനെ ചപ്പാത്തിയൊക്കെ കോരിയെടുക്കുന്നത് പോലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ ജിബ്രീൽ ഇങ്ങനെ കോരിയെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോയി. ആകാശലോകത്തേക്ക് അതിനടുത്ത് ചെല്ലുമ്പോ ആകാശത്തുള്ള മാലാകമാർ അവിടെയുള്ള മനുഷ്യരെ, ആ തെമ്മാടികളെ മുഴുവൻ കാണുന്നുണ്ട്. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചപ്പാത്തി മറിച്ചിടുന്നത് പോലെ ആ ജനതയെ ഇങ്ങനെ കീഴ്മേലങ്ങ് മറിച്ചു കളഞ്ഞു. അത്രമേൽ വലിയ അദാബ് അവരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചപ്പാത്തി മറിച്ചിടുന്നത് പോലെ ആ നാടിനെ മൊത്തം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിച്ചിട്ടു എന്ന് ഖുർആൻ. മാത്രമല്ല, വഅംതർനാ അലൈഹിം, അവരുടെ മേൽ കല്ലുകൾ, ചുട്ടുപഴുത്ത ചൂളയിൽ വെച്ച കല്ലുകൾ വന്ന് പതിക്കാൻ തുടങ്ങി. മുസവ്വമതൻ ഇൻദ റബ്ബിക്, പടച്ചോൻ അതിൽ പേരെഴുതിയിട്ടുണ്ട്. ഓരോ കല്ലുകളിലും ഏതൊക്കെ മനുഷ്യന്മാരാണ് ആ തെമ്മാടികളിൽ പെട്ടത് അവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ വന്ന് അവരിൽ പതിക്കുക കൂടെ ചെയ്തു. അങ്ങനെ
ഈ മോശം കൃത്യം ചെയ്ത സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാൻ. ഇന്നും ചാവുകടൽ നമുക്ക് കാണാലോ, അല്ലെ? റെഡ് സീ നമുക്ക് കാണാം ജോർജാനിൽ പോയാൽ. അതിന്നും ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ കീഴ്മേൽ മറിച്ച ഭൂമി ഇന്നും ഉപ്പിന്റെ അളവ് കൂടുതലാണ്, അല്ലെ? റെഡ് സീയിൽ ഉപ്പിന്റെ അളവ് കൂടുതലാണ്, നമ്മൾ മുങ്ങിപ്പോകില്ല കടന്നാൽ. അത്രമേൽ വലിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. എന്തിനാണ്? ഇത്തരം തോന്നിവാസങ്ങൾ ഇനിയും നടക്കരുത്, ഇത്തരം തോന്നിവാസങ്ങൾ ഇനിയും നടക്കരുത്. അങ്ങനെയും ചില ആളുകൾ വരുമ്പോ നിങ്ങൾ സപ്പോർട്ടിനായി അവരുടെ പിന്നാലെ പോകരുത്. ഞാൻ പറഞ്ഞതുപോലെ ചില ബിസിനസ്സുകാരൊക്കെ അവരുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവരെയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോ, എടോ, അതിലൂടെ കിട്ടുന്ന കോടികളെക്കാൾ നല്ലത് നീയൊക്കെ ഭിക്ഷക്കിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ തരുന്ന 1 രൂപയുടെ നാണയത്തുട്ടാണ്, അല്ലെ? എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ബിസിനസ് എന്തിനാണ്? അപ്പൊ നമ്മൾ അള്ളാന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഇതിൽ വലിയ പാഠമുണ്ടെന്ന് ഖുർആൻ. അപ്പൊ ഇങ്ങനെയുള്ള ജെൻഡർ ഏതാണെന്ന് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ് എന്ന് തോന്നിയിട്ട് ഗെയിസത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ലെസ്ബിയനിസത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം വരും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കോ നബിയെ? സംഭവിക്കും. അങ്ങനെ സംഭവിച്ചിട്ടേ ഖിയാമത്തുണ്ടാകൂന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അള്ളാന്റെ അദാബ് ഇറങ്ങും. ഹസ്ഫും മസ്ഹും, ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നതും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായി വരാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, അല്ലേ? നമ്മുടെ കേരളത്തിൽ, അല്ലെ? അതിനൊക്കെ മുമ്പുണ്ടായിരുന്നു അങ്ങനെ. അതിനുശേഷം എന്തോരം പ്രയാസങ്ങളാ, അല്ലെ? നിരന്തരം ഉരുൾപൊട്ടലുകൾ, മഴക്കെടുതികൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ. എല്ലാത്തിനുമുപരി നമ്മുടെ മേലെ ഫാസിസ്റ്റ് ഗവൺമെന്റും വന്നു, അല്ലേ? ഫാസിസ്റ്റ് ഗവൺമെന്റ് വന്നു. ഈ ഗവൺമെന്റ്സ് അങ്ങനെ വരുന്നതല്ല, നമ്മൾ വരുത്തിക്കുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ മോശമായാൽ, നമ്മൾ താന്തോന്നികളായാൽ, നമ്മൾ അള്ളാഹനെ അനുസരിക്കാത്ത ധിക്കാരികളായാൽ, നമ്മുടെ മുകളിൽ ക്രൂരന്മാരായ ഭരണാധികാരികളെ അള്ളാഹു പ്രതിഷ്ഠിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തെല്ലാം ചെയ്ത് ഫൈറ്റ് ചെയ്താലും തഖ്വ എന്ന ആയുധം നഷ്ടപ്പെട്ടാൽ നമ്മൾ തോറ്റുപോകും. തഖ്വ, തൗഹീദിലൂടെ തഖ്വയിലായിട്ട് നമ്മൾ മുറുകെ പിടിച്ചു നിന്നാൽ ആ സംഗതി മതി. നമ്മളൊന്നും പേടിപ്പിക്കൂല. ആര് വന്നാലും എനിക്കെന്റെ റബ്ബുണ്ട്. പക്ഷെ നമ്മൾ പേടിക്കാൻ, നമ്മൾ ഭയന്നു പോവാൻ. ആ ഭയം അത് അള്ളാഹുവിന്റെ അദാബാണ്. ആ ഭയം അള്ളാന്റെ അദാബാണ്. കാരണം എന്താ? നമ്മൾ യഥാർത്ഥ തൗഹീദിലല്ല. യഥാർത്ഥ തൗഹീദിലുള്ള ഒരു മനുഷ്യൻ എന്ത് പേടി? അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലേ, എനിക്കെന്റെ റബ്ബില്ലേ. അപ്പൊ നമ്മൾ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.